ഹലോ മക്കളെ, അപ്പൊ ക്രിസ്മസ് അവധിയൊക്കെ കഴിഞ്ഞ് ഇന്ന് നമ്മൾ സ്കൂളിലെത്തിയ സമയത്താണ് ടീച്ചർ ആൻസർ ഷീറ്റുമായിട്ട് വരുന്നത്. ഒരുപക്ഷെ ആ ആൻസർ ഷീറ്റിൽ നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ മാർക്ക് ഉണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ മാർക്ക് കുറഞ്ഞു വരിക്കാം. എന്ത് തന്നെയായാലും ശരി, നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിനും ലഭിച്ച മാർക്ക് ഒന്ന് അടിയിൽ കമന്റ് ചെയ്യുക. മക്കളോട് പറയാനുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചിലപ്പോൾ വിചാരിച്ചതിനേക്കാൾ കൂടിയ മാർക്ക് കിട്ടിയ കുട്ടികളാണെങ്കിൽ അത് നിലനിർത്താനുള്ള ശ്രമം നിങ്ങൾ നടത്തുക. എന്നാൽ മാർക്ക് കുറഞ്ഞ കുട്ടികൾ വിഷമിക്കൊന്നും വേണ്ട. അത് കൂട്ടുന്നതിനാവശ്യമുള്ള ശ്രമങ്ങൾ ഇന്ന് തന്നെ നിങ്ങൾ തുടങ്ങുക. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഒരു സംശയം ഉണ്ടാവും. എന്താണ് സാർ, ഇനി കുറച്ച് സമയം കൂടിയല്ലേ ഉള്ളൂ, കുറച്ച് മാസങ്ങൾ കൂടിയല്ലേ ഉള്ളൂ, ഈ ഒരു സമയത്തിനുള്ളിൽ എല്ലാം പഠിച്ചെടുക്കാൻ ഞങ്ങൾക്ക് കഴിയുമോ എന്നായിരിക്കും നിങ്ങളുടെ ചോദ്യമെങ്കിൽ ഞങ്ങൾ അഭിമാന പുരസരം എന്താണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു ബാച്ചിനെ അറിയിക്കുകയാണ്. ദാറ്റ് ഈസ് ബൂസ്റ്റർ ബാച്ച്. ഈ ഒരു 2 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഫുൾ A+ അല്ല, ഫുൾ മാർക്ക് വാങ്ങാനുള്ള മുഴുവൻ സജ്ജീകരണങ്ങളുമായിട്ടാണ് നമ്മൾ ബൂസ്റ്റർ ബാച്ച് വരുന്നത്. റെക്കോർഡഡ് ക്ലാസ്സുകൾ, അതേപോലെ തന്നെ PYQ ക്വസ്റ്റ്യൻസുകൾ, അഡാപ്റ്റ് ക്വസ്റ്റ്യൻസുകൾ, നിങ്ങൾ പഠിച്ചോ പഠിച്ചില്ലേ, എന്തുകൊണ്ട് പഠിച്ചില്ല എന്ന് നിങ്ങളെ സ്നേഹത്തോടെ ലാളനത്തോടെ നിങ്ങളോട് ചോദിക്കാൻ എഡ്യൂബോർഡിന്റെ മെന്റർമാരും ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നത് വളരെ പരിമിതമായിട്ടുള്ള ഒരു ഫീസിലാണെന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ഇത് കേട്ട ഉടനെ, ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾ അതിലേക്ക് ജോയിൻ ചെയ്യുക. മാത്രമല്ല ഒരു കാര്യം മക്കൾ എപ്പോഴും ഓർക്കുക, ഈ ഒരു സമയത്താണ് ഏറ്റവും കൂടുതൽ, ഈ ഒരു പരീക്ഷാ സമയത്താണ് ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തലുകൾ നമ്മൾ കേൾക്കാറുള്ളത്. ആ കുറ്റപ്പെടുത്തലുകൾ കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് എൻ്റെ ഈ വാക്കുകൾ നിങ്ങൾ ഓർത്തെടുക്കുക. കുറ്റം പറയുന്നവര് സ്വയം ശ്രമിക്കാൻ ഭയപ്പെടുന്നവരാണ്. അതേപോലെ തന്നെ നിങ്ങൾ വിജയിക്കുമോ എന്നുള്ള ഭയമുള്ളവരുമാണ്. വേഗം തന്നെ നമ്മുടെ ബൂസ്റ്റർ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് പഠിക്കുക, ഫുൾ മാർക്ക് വാങ്ങുക, അതേപോലെ തന്നെ ഫുൾ A+ വാങ്ങാം. ഗുഡ് ബൈ.